പി ഗോപാലകൃഷ്ണൻ, താങ്കളോട് ഞാനൊരു ചോദ്യവുമായി വരുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ താങ്കളോട് പറയട്ടെ. ശ്രീ ജയചന്ദ്രൻ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, താങ്കൾ കേട്ടുകയാണ്. പക്ഷേ ഇനിയിപ്പോൾ താങ്കൾ എന്തെങ്കിലും പറയുമ്പോൾ അതിന് മറുപടി പറയാൻ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. കാരണം അദ്ദേഹം പറഞ്ഞ സമയം 8 മണിയായിരുന്നു. അദ്ദേഹത്തിന് മറ്റെന്തോ ചില എൻഗേജ്മെന്റ്സ് ഉണ്ടെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ശ്രീ പി ഗോപാലകൃഷ്ണൻ, താങ്കൾ 2023 ജി സുധാകരനെ ചെന്ന് കണ്ടതെന്നും ഏകാത്മ മാനവ ദർശനം എന്ന പുസ്തകം കൊടുക്കുകയും ഷോൾ അണിയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചില വാഗ്ദാനങ്ങൾ കൂടി താങ്കൾ അദ്ദേഹത്തിന് മുന്നിൽ നിരത്തി എന്നുമാണ് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഗവർണറാക്കാമെന്ന് പറഞ്ഞു, അതല്ലെങ്കിൽ രാജ്യസഭാംഗത്വം നൽകാം, അതല്ല അങ്ങനെ കേന്ദ്രമന്ത്രി പദവി നൽകാം. ഇങ്ങനെ വാഗ്ദാനങ്ങൾ മുന്നിൽ വെച്ച് ജി സുധാകരനെ BJP-യിലേക്ക് ആകർഷിക്കാൻ വേണ്ടി നടത്തിയ നീക്കമായിരുന്നു താങ്കളുടെ സന്ദർശനം എന്നാണ്. വസ്തുതയാണോ അത്, അതോ വസ്തുതയല്ലേ? ഞാൻ ആദ്യം മിസ്റ്റർ ജയചന്ദ്രൻ കേട്ടാലും കേട്ടില്ലെങ്കിലും നാട്ടിലെ പ്രേക്ഷകരെ കേൾക്കട്ടെ, ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങളും കേൾക്കട്ടെ. ബഹുമാനപ്പെട്ട ജി സുധാകരനെ ഇങ്ങനെ അവഗണിക്കുകയോ ഇങ്ങനെ പരിഹസിക്കുകയോ ചെയ്യരുത് ജയചന്ദ്രനെ പോലെയുള്ള ആളുകൾ. കാരണം അദ്ദേഹത്തോട് ഗവർണറാവണം അല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ എടുക്കണം എന്ന് പറയുന്നത് എന്നെ പോലെ BJP-യുടെ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രഭാരിയില്ലേ, ജാവ്ദേക്കറില്ലേ, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആളില്ലേ? അവരല്ലേ പോയി അത്തരം കാര്യങ്ങൾ സംസാരിക്കുക? എത്ര ബാലിശമാണ് ജയചന്ദ്രൻ. വാസ്തവത്തിൽ ഒരിക്കൽ കൂടെ CPM നിരീക്ഷകൻ അദ്ദേഹത്തെ, അതായത് ജി സുധാകരനെ താഴ്ത്തിക്കെട്ടുകയാണ് ചെയ്തത് എന്ന് ഞാൻ ആമുഖമായി പറയുന്നു. രണ്ടാമത്തെ കാര്യം, 2023 ഞാൻ പോയത് എന്ന് പറഞ്ഞത് ശുദ്ധ കളവ്. ഞങ്ങൾ പോയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതായത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഇടയിലാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ അദ്ദേഹത്തെ കണ്ടു. അത് കണ്ടതിന് ശേഷം ഞാൻ ഈ കാര്യം വെളിയിൽ മറ്റേ ഫോട്ടോ എടുക്കട്ടെ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ തൽക്കാലം ഫോട്ടോ എടുക്കേണ്ട അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഫോട്ടോ എടുത്തില്ല. അദ്ദേഹത്തോട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പത്നിയും ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് BJP-യുടെ രാഷ്ട്രീയം ഒരു വാക്കുപോലും ഞങ്ങൾ സൂചിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ കണ്ടത് ഏകാത്മ മാനവ ദർശനം അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ആലപ്പുഴ ജില്ലയിലെ CPM നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചും ആലപ്പുഴ ജില്ലയിൽ ഈ NDF പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി സംഘടനകൾ CPM-ൽ നുഴഞ്ഞു കയറിയതിനെ കുറിച്ചുമാണ് സംസാരിച്ചത്. ഞാൻ ഇന്ന് 24-ന് ബൈറ്റ് തന്നിരുന്നല്ലോ രാവിലെ. ആ രാവിലത്തെ ബൈറ്റിൽ ഞാൻ പറഞ്ഞതെന്താ? മൗനം കൊണ്ട് അദ്ദേഹം അത് സമ്മതിച്ചു. മൗനം സമ്മതമാണെങ്കിൽ ഞാൻ പറഞ്ഞത് മുഴുവൻ കേട്ടു. അതിനുശേഷം ഒരു അക്ഷരം പോലും അദ്ദേഹം പ്രതികരിച്ചില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നെയും പ്രതികരിച്ചു, പക്ഷെ അദ്ദേഹം പ്രതികരിച്ചില്ല. വളരെ ഭാവാത്മകമായി പോസിറ്റീവായി ഞാൻ പറഞ്ഞതിനെ അദ്ദേഹം ഉൾക്കൊണ്ടു. അദ്ദേഹത്തിന് പുസ്തകം കൊടുത്തു. കമ്മ്യൂണിസത്തിൽ നിന്ന് ഏകാത്മ മാനവ ദർശനത്തിലേക്ക് എന്ന പുസ്തകം അദ്ദേഹത്തിന് ഞാൻ സമ്മാനിച്ചു. അദ്ദേഹത്തെ ഞാൻ ഷാൾ അണിയിച്ച് ആദരിച്ചു. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിലെ വിശിഷ്ടങ്ങളായ വ്യക്തിത്വങ്ങളെ, പ്രത്യേകിച്ച് അഴിമതിയില്ലാത്ത വ്യക്തിത്വങ്ങളെ കണ്ട് ആദരിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊക്കെ പോകുന്ന ഓരോ ജില്ലയിലും ഞങ്ങൾ ഓരോ വ്യക്തിത്വങ്ങളെ കാണാറുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല പോയത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ജില്ല ഒരു കാര്യം കൂടി പറഞ്ഞാൽ തീർക്കാം. അല്ല, ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് ശ്രീ പി ഗോപാലകൃഷ്ണൻ. 1-2 കാര്യങ്ങൾ. ഒറ്റ മിനിറ്റ് ഞാനത് 1 മിനിറ്റിൽ ഞാൻ തീർക്കാം, പിന്നെ നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരില്ല. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞത്, ആശയപരമായി മനസ്സുകൊണ്ട് അദ്ദേഹം പകുതി BJP-കാരനായിരിക്കുന്നു. ആശയപരമായി ഈ കാര്യത്തിൽ ഇതിന്ന് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ എഴുതിയിട്ടുണ്ട്. എന്ത് മാത്രമല്ല, ഇന്ന് നിങ്ങൾക്ക് ബൈറ്റ് തന്നതിലും അല്ലല്ല, അതെനിക്ക് മനസ്സിലായി. അതായത് CPIM-ൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറി എന്ന BJP-യുടെ നിലപാടിനോട് സുധാകരന് പകുതി യോജിപ്പ്, ഇതാണല്ലോ താങ്കൾ പറഞ്ഞത്. അദ്ദേഹം മൗനം കൊണ്ട് അതിനോട് യോജിപ്പ്, അദ്ദേഹം ഒരു അക്ഷരം എതിർത്ത് പറഞ്ഞില്ല എന്നാണല്ലോ ശ്രീ പി ഗോപാലകൃഷ്ണൻ. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള മറ്റു ചില ചോദ്യങ്ങളാണ്. ഒന്ന്, താങ്കൾ പറഞ്ഞു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്താണ് താങ്കൾ പോയി കണ്ടതെന്ന്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിത്വമൊക്കെ നിശ്ചയിക്കപ്പെടുന്നതിന് മുൻപാണോ? താങ്കൾക്ക് ആ മാസവും തീയതിയും പറയാൻ കഴിയുമോ? അതിന് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് വളരെ കൃത്യമായി പറയാമല്ലോ. പത്തനംതിട്ട നിയോജക മണ്ഡലത്തിലെ സംഘടനാ സമ്മേളനം, അതായത് ഇലക്ഷൻ കൺവെൻഷൻ, ആ ഇലക്ഷൻ കൺവെൻഷൻ ചെങ്ങന്നൂരിൽ വെച്ച് PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യുന്നു. ഞാനതിൽ സംസാരിക്കുന്നു. അതിനുശേഷം ആ ചെങ്ങന്നൂരിൽ നിന്നാണ് ഞാനും ഗോപനും, അതായത് BJP ജില്ലാ പ്രസിഡന്റും ആലപ്പുഴയിലേക്ക് വരുന്നത്. ഞങ്ങൾ 3 പേരെ കാണാനായിരുന്നു അന്ന് തീരുമാനിച്ചത്. പക്ഷെ കൺവെൻഷൻ വൈകിയത് കൊണ്ട് ഞങ്ങൾക്ക് ഒരാളെ കാണാൻ പറ്റുള്ളൂ.
അപ്പൊ അദ്ദേഹത്തോട് വിളിച്ചു ചോദിച്ചു വരട്ടെ എന്ന്. അദ്ദേഹം വരണം എന്ന് ഞങ്ങളോട് പറഞ്ഞു. അതിനുശേഷം വൈകിയപ്പോ അദ്ദേഹം തിരിച്ചു വീണ്ടും വിളിച്ചു. എന്താണ് വൈകുന്നത്, നിങ്ങൾ വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് രാത്രി 8 മണിയാണെന്നാണ് എന്റെ ഓർമ്മ. ഞങ്ങൾ അവിടെ ചെന്നു. അദ്ദേഹം ഗേറ്റിന്റെ അവിടെ കാത്തു നിന്നു. ഞങ്ങളെ സ്വീകരിച്ച് ഉള്ളിൽ കൊണ്ടുപോയി ഒരു കപ്പ് ചായ തന്നു. ഈ കാര്യങ്ങൾ മുഴുവൻ സംസാരിച്ചു. ഞങ്ങൾ BJPയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഗവർണറെ കുറിച്ചോ മന്ത്രിപദത്തെ കുറിച്ചോ അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ശരി, അങ്ങനെയാണെങ്കിൽ അന്ന് കാണാൻ തീരുമാനിച്ച മറ്റു 2 പേരാരൊക്കെയായിരുന്നു ശ്രീ പി ഗോപാലകൃഷ്ണൻ? അതെനിക്ക് ചാനൽ ചർച്ചയിൽ ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അതായത് ആലപ്പുഴയിൽ തന്നെയുള്ള മുതിർന്ന നേതാക്കളെ ആയിരുന്നു? തോമസ് ഐസക്കിനെ ഉണ്ടോ? അത് ഞാൻ പറഞ്ഞല്ലോ, അതെനിക്ക് ഈ ടെലിവിഷൻ ഇതിൽ ചർച്ചയിൽ പറയാൻ. ശരി, അപ്പോൾ ഈ നേതാക്കളെ കാണാൻ നിങ്ങൾ നിശ്ചയിക്കുന്നതിന്റെ മാനദണ്ഡം എന്തായിരുന്നു? അതായത് CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനകൾ കിട്ടാതെ നിൽക്കുന്ന ആളുകൾ, അങ്ങനെ പിന്തള്ളപ്പെട്ടു എന്ന് BJP വിലയിരുത്തിയ നേതാക്കളെ കാണുകയായിരുന്നോ ലക്ഷ്യം? അല്ലല്ലോ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ഞാൻ എന്റെ ബൈറ്റിൽ പറഞ്ഞിരുന്നു, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അതായത് ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അഴിമതിയില്ലാത്ത, ആശയം കമ്മ്യൂണിസം ആയിരിക്കും, അത് വേറെ വിഷയം, പക്ഷെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അഴിമതിയില്ലാത്ത വ്യക്തിത്വങ്ങൾ, അത്തരം വ്യക്തിത്വങ്ങളെ കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മാത്രമല്ല, ഏകാത്മ മാനവ ദർശനം എന്ന പുസ്തകം കൊടുക്കുന്നതിനോടൊപ്പം താങ്കൾ G. സുധാകരനെ BJP-യിലേക്ക് ക്ഷണിച്ചോ ശ്രീ പി ഗോപാലകൃഷ്ണൻ? ഒരിക്കലും ഞാൻ ക്ഷണിച്ചിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളുടെ ബൈറ്റിൽ വെച്ച് നിങ്ങളുടെ കറസ്പോണ്ടന്റ് രാവിലെ എന്നോട് ചോദിച്ചല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്ഷണിച്ചിട്ടില്ല. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത് PK കൃഷ്ണദാസാണ്. ഞാൻ സ്വാഗതം ചെയ്തിട്ടില്ല, ഞാൻ ക്ഷണിച്ചിട്ടുമില്ല അന്ന് പോയ സമയത്ത്. ഞാൻ വളരെ കൃത്യമായി ഇന്ന് കൊടുത്തതാണല്ലോ. ഈ മനുഷ്യൻ വന്നിരുന്നിട്ട് ഒരു പത്രപ്രവർത്തകനല്ലേ, ഇങ്ങനെ കളവ് പറയാൻ പാടുമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. G. സുധാകരൻ പറഞ്ഞു ഞാൻ ഗവർണറാക്കാം, മന്ത്രിയാക്കാം എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ പൊതുമധ്യത്തിൽ വെച്ച് G. സുധാകരൻ ഒരിക്കലും അങ്ങനെ പറയില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയും പറയില്ല. കാരണം ഞങ്ങൾ രാഷ്ട്രീയം ആ രീതിയിൽ സംസാരിച്ചിട്ടില്ല, ആശയപരമായി സംസാരിച്ചു. ശരി, അതായത് BJP-യിലേക്ക് വരാൻ ഒരു പകുതി മനസ്സ് പാകപ്പെടുത്തിയ 2 പേരായി G. സുധാകരനെയും ഭാര്യയെയും താങ്കൾ ഇപ്പോൾ കാണുന്നുണ്ടോ? അതായത് താങ്കൾ പറഞ്ഞത് CPM-ൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നു എന്ന BJP-യുടെ നിലപാടിനോട് മൗനം കൊണ്ട് സുധാകരൻ പകുതി യോജിച്ചു എന്നാണ്. അതിനപ്പുറത്ത് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തോട് അനുഭാവം പുലർത്തുന്ന തരത്തിലുള്ള ഒരു മാനസികമായ മാറ്റം G. സുധാകരനും ഭാര്യയ്ക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇപ്പോൾ ആ സന്ദർശനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് വീണ്ടും വരണം. അദ്ദേഹം പറഞ്ഞു എപ്പോ വേണേലും ഗോപാലകൃഷ്ണൻ വരാം, നമുക്ക് സംസാരിക്കാം. ഞാൻ പറഞ്ഞു കമ്മ്യൂണിസത്തിൽ നിന്ന് ഏകാത്മ മാനവ ദർശനം എന്ന പുസ്തകമാണ് അങ്ങേക്ക് തരുന്നത്. ഈ പുസ്തകം വായിച്ചിട്ട് അങ്ങ് അതിന്റെ അഭിപ്രായം പറയണം. ഞങ്ങളൊരു കാഴ്ചപ്പാട്, ആശയപരമായ കാഴ്ചപ്പാടാണ്. എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും വരണം, ഫാമിലി ആയിട്ട് തന്നെ വരണം, എന്റെ വീട്ടിൽ എപ്പോഴും വരാം, എപ്പോഴും സംസാരിക്കാം, ഞാൻ തയ്യാറാണ് സംസാരിക്കാൻ. ആ രീതിയിലുള്ള വളരെ സൗഹൃദപരമായ ഒരു ബന്ധവും അതുപോലെ തന്നെ ഒരു ചർച്ചയുമാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. പക്ഷേ ഞങ്ങൾ മുന്നോട്ട് വെച്ച, പ്രത്യേകിച്ച് ഞാൻ അന്ന് സംസാരിച്ച മതഭീകരവാദികളുടെ നീരാളിപ്പിടുത്തത്തിലാണ് ആലപ്പുഴയിലെ CPM. മനസ്സിലായി. ആ ഭാഗം എനിക്ക് മനസ്സിലായി. ഒറ്റ കാര്യം കൂടി ശ്രീ പി ഗോപാലകൃഷ്ണൻ, ഞാൻ മറ്റു അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ആ മാസവും തീയതിയും താങ്കൾക്ക് പറയാൻ കഴിയുമോ എന്ന് താങ്കൾ കണ്ടു G. സുധാകരനെ? ഞാൻ പറഞ്ഞല്ലോ, പത്തനംതിട്ട നിയോജക മണ്ഡലത്തിന്റെ ഇലക്ഷൻ കൺവെൻഷൻ ചെങ്ങന്നൂർ BJP ഓഫീസിൽ നടന്ന ദിവസം. എനിക്ക് ആ ദിവസത്തിന് അത്രേ പറയാൻ പറ്റൂ. കാരണം ഞാൻ ഇതുവരെ വെളിയിൽ പറഞ്ഞില്ലല്ലോ. എന്നാൽ എനിക്ക് വേണമെങ്കിൽ പിറ്റേ ദിവസം തന്നെ വെളിയിൽ പറയാമായിരുന്നില്ലേ? KC വേണുഗോപാൽ പോയി അദ്ദേഹത്തെ കണ്ടു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു എന്നെ പലരും കാണാറുണ്ട്, എന്നെ പലരും കണ്ടിട്ടുണ്ട്, പല പ്രതിപക്ഷ ആൾക്കാരും കണ്ടിട്ടുണ്ട്, അതിനിപ്പോ എന്താ എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ശരി. വളരെയധികം നന്ദി ശ്രീ പി ഗോപാലകൃഷ്ണൻ, താങ്കൾ ഈ ചർച്ച കണ്ടുകൊണ്ട് അതിനോട് പ്രതികരിക്കാൻ വേണ്ടി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ എത്തിയതിന്. ഏതായാലും ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറ്റൊരു അങ്ങനെയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ശ്രീ പി ഗോപാലകൃഷ്ണൻ.